عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله وحده والصلاة والسلام على من لا نبي بعده وآله وصحبه الموفين أهدا. ഇന്ന് സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ, തവസ്സുൽ പോലത്തെ കാര്യങ്ങൾ ശരിയല്ലെന്നും അതെല്ലാം ബിദ്അത്തുമാണ് എന്നാണ് ഇന്നത്തെ മുജാഹിദുകൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടജനങ്ങൾക്ക് നൽകുന്ന മുഅ്ജിസത്ത്, കറാമത്ത് മുഖേന ആ ഇഷ്ടജനങ്ങൾ നമ്മെ സഹായിക്കുമെന്ന് നാം വിശ്വസിച്ചുകൊണ്ട് അവരോട് സഹായം ചോദിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗാസ എന്ന് പറയുന്നത്. എന്നാൽ സുന്നികളായ നമ്മൾ ചെയ്യുന്ന ഇസ്തിഗാസക്ക് ഖുർആനിന്റെയും ചരിത്രത്തിന്റെയും വ്യക്തമായ പിൻബലമുണ്ട്. കാരണം സൂറത്തുൽ മാഇദയിൽ 55-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത വയുഅ്തൂനസ്സകാത വഹും റാകിഊൻ. നിശ്ചയം നിങ്ങളുടെ സഹായി അത് അല്ലാഹുവും അവന്റെ റസൂലും നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്യുന്ന പരിപൂർണമായ സത്യവിശ്വാസികളാണ്. എന്നാൽ ഇവിടെ സത്യവിശ്വാസികൾ എന്നാൽ മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരും ഉൾപ്പെടുമെന്ന് സ്വഹാബികളിൽ നിന്ന് ഖുർആൻ പഠിച്ച ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ ബഹ്റുൽ മുഹീത്തിലും തഫ്സീറുൽ മസീറിലും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്റെ സൃഷ്ടികളെ സഹായിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത അമ്പിയാക്കളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഔലിയാക്കളും നമ്മെ സഹായിക്കുമെന്നും അവരോട് സഹായം തേടാമെന്നുമാണ് ഈ ആയത്തിൽ ഉദ്ഘോഷിക്കുന്നത്. എന്നാൽ ഇന്ന് സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ അത് ശിർക്കാണെന്നും പറഞ്ഞുകൊണ്ട്, അത് ബിദ്അത്താണെന്നും പറഞ്ഞുകൊണ്ട് ചില ആയത്തുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഉദ്ധരിക്കപ്പെടുകയാണ് ഇന്നത്തെ ബിദായികൾ. ഇതിൽ സുന്നികളായ പലരും വഞ്ചിതരായി പോകുന്നുണ്ട്. എന്നാൽ പ്രാമാണിക മുഫസ്സിറുകളെല്ലാം പിന്തള്ളിക്കൊണ്ട് മുജാഹിദുകൾ ഇസ്തിഗാസയെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ആയത്തുകളിൽ പ്രധാനം വഹിക്കുന്ന ആയത്താണ് സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ സൂക്തം. എന്താണ്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലൽ ഖൈർ. എന്താണ് ഈ ആയത്തിനെ ബിദ്അകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത്? കേരള നദവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച അവരുടെ വിശുദ്ധ ഖുർആൻ വിവരണം എന്ന പുസ്തകത്തിൽ മൗലവിമാർ എഴുതുന്നു, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല. ഇനി നിങ്ങളുടെ വിളി കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയില്ല എന്നാണ് ഈ ആയത്തിൽ അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്? അത് മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹങ്ങളോടും മറ്റു ഇലാഹുകളോടും നടത്തുന്ന ആരാധനയെ കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. എന്നാൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അംഗീകൃത ഖുർആൻ വ്യാഖ്യാതാക്കളിൽപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ അവിടുത്തെ തഫ്സീർ ഇബ്നു കസീറിന്റെ 3-ാം വാള്യം 559-ാമത്തെ പേജിൽ പറയുന്നു, യഅനി അൽ ആലിഹത അല്ലതി തദ്ഊനഹാ ലാ തസ്മഉ ദുആഅകും ലിഅന്നഹാ ജമാദുൻ ലാ അർവാഹ ഫീഹാ. അതായത് അല്ലാഹുവിനെ കൂടാതെ അവർ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ, അവരുടെ ബിംബങ്ങൾ അവരുടെ വിളി കേൾക്കുകയില്ല. കാരണം അവ ജീവനില്ലാത്തവയാണ്. ഇനി അവർ വിളി കേട്ടാൽ തന്നെ തേടപ്പെട്ട കാര്യം നിർവഹിക്കാൻ കഴിവില്ലാത്തവനാണ് അവർ. മറിച്ച് സുന്നികളായ നമ്മൾ ചെയ്യുന്ന അമ്പിയാക്കളോട്, മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസയെ കുറിച്ചല്ല ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. എന്നാൽ മുജാഹിദുകൾ ഇസ്തിഗാസയെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനം വഹിക്കുന്ന ആയത്താണ് സൂറത്തുൽ അഅറാഫിലെ സൂക്തം, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതിഊന നസ്റകും വലാ അൻഫുസുഹും. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്? സുന്നികളായ നമ്മൾ മരണപ്പെട്ട അമ്പിയാക്കളോട്, ഔലിയാക്കളോട് നടത്തുന്ന ഇസ്തിഗാസയെ കുറിച്ചല്ല ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. മറിച്ച് മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങളോട് നടത്തുന്ന ആരാധനയെ കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. അല്ലാമ ഇബ്നു അത്തിയ റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മുഹററുൽ വജീസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം, വഹാദിഹിൽ ആയത്തു അയ്ളൻ ലിബയാനി ലിഹാലി തിൽകൽ അസ്നാം. ഇവിടെ പറയുന്നത് വിഗ്രഹങ്ങളുടെ അവസ്ഥയെ വിശദീകരിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. അല്ലാതെ നാം നടത്തുന്ന മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട്, നാം നടത്തുന്ന മമ്പുറം തങ്ങളോടുള്ള ഇസ്തിഗാസയെ കുറിച്ചല്ല ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. എന്നാൽ ഇതിനും പുറമെ തഫ്സീർ നാസിൽ നമുക്ക് കാണാം, അന്നൽ മുറാദ മിൻഹു വസ്ഫുൽ അസ്നാം. ഈ ആയത്തിന്റെ ഉദ്ദേശം അത് അവരുടെ വിഗ്രഹങ്ങളുടെ വിശേഷണം പറയലാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അംഗീകൃത മുഫസ്സിറുകളെല്ലാം പറയുന്നത് അല്ലാഹുവിനെ
ചെയ്തിരുന്ന മുശ്രിക്കുകളെ കുറിച്ചാണ് ഈ ആയത്തിലെല്ലാം പരാമർശിക്കുന്നത്. അതല്ലാതെ നാം ചെയ്യുന്ന അമ്പിയാക്കളോട്, മഹാന്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസയെ കുറിച്ചല്ല ഈ ആയത്തിൽ പരാമർശിക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.